ദൗർഭാഗ്യകരമായ അതേസമയം അതീവ ഗുരുതരമായൊരു സംഭവം തന്നെയാണ് കുവൈത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ വ്യാജ മദ്യം കഴിച്ച് നിരവധി പേരാണ്, ഏകദേശം 60-ലധികം ആളുകൾ ഈ ചികിത്സ തേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ 13 പേർ മരിച്ചിരിക്കുന്നു എന്നുള്ള സങ്കടകരമായ വിവരം. അതിൽ തന്നെ 5 പേർ മലയാളികളാണ് എന്ന് ഇപ്പോൾ അധികൃതർ വ്യക്തമാകുന്നുണ്ട്. അവരുടെ കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. ഏതായാലും ഇപ്പോഴും 40-ലധികം ആളുകൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തീവ്രപരിചരണ വിഭാഗത്തിൽ ഇവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ എത്രത്തോളം ഗൗരവതരമാണ് ഈ സംഭവം, ഈ ഒരു അപകടം, ഈ ഒരു ദുരന്തം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഷിനോജ് ഷംസുദ്ദീൻ തുടരുന്നുണ്ട്. ഷിനോജ്, നിലവിൽ ഇപ്പോൾ എത്ര ആളുകളാണ് ചികിത്സയിൽ കഴിയുന്നത്? അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? അമൃത, ഇന്ത്യൻ എംബസി നൽകുന്ന വിവരം അനുസരിച്ച് 40 ഇന്ത്യക്കാർ, 63 പേരാണ് മൊത്തം ചികിത്സയിലുള്ളത്. അതിൽ 40 പേർ ഇന്ത്യക്കാരാണ്. ഇവരിൽ തന്നെ 40 അവിടെ ചികിത്സ തേടിയ 40 ഇന്ത്യക്കാരിൽ മലയാളികളടക്കം പലരും മരിച്ചിട്ടുണ്ട്. മരണ റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ എത്ര ഇന്ത്യക്കാരാണ്, ഏത് സംസ്ഥാനത്തുള്ളവരാണ് മരിച്ചത് എന്ന് ഇന്ത്യൻ എംബസി കൃത്യമായ കണക്കുകൾ പറയുന്നില്ല. പക്ഷേ ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന ഇപ്പോൾ പുറത്തു വന്ന ഒരു കണക്കനുസരിച്ച് 6 മലയാളികൾ, 2 പേർ വീതം ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ, തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും 2 പേർ വീതം, ഉത്തർപ്രദേശിൽ നിന്ന് ഒരാൾ എന്നിങ്ങനെയുള്ള ഒരു വിവരമാണ് മരണപ്പെട്ടവരുടെ വിവരമായിട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. ഫർവാനിയ, ആദാൻ ആശുപത്രികളിലാണ് 15ഓളം പ്രവാസികൾ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നത്. ഈ മേഖലയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റെയ്ഡ് നടന്നിരുന്നത് എന്ന് പറയുന്നുണ്ട്. അവിടെ നിന്നാണ് വലിയ വാറ്റ് കേന്ദ്രങ്ങൾ, നിരവധി ഉപകരണങ്ങളും മറ്റും പിടിച്ചെടുത്തത്. ഇതിൽ 21 പേർക്ക് അന്ധത ബാധിച്ചു. കുറച്ചു പേർക്ക് കാഴ്ചക്കുറവും അതേപോലെ മറ്റു ചിലർക്ക് സ്ഥിരമായി കാഴ്ച നഷ്ടപ്പെട്ടതുമായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. 31 പേർ ഇപ്പോഴും വെന്റിലേറ്ററിൽ കഴിയുന്നു എന്നുള്ളതാണ് ഒരു ഞെട്ടിക്കുന്ന വിവരം. ഇപ്പോൾ ഷിനോജ്, ഒരു സംശയം ചോദിക്കട്ടെ, സ്ഥിരീകരണത്തിന് വേണ്ടിയാണ്, ഈ മദ്യം കഴിച്ചത് എല്ലാം ഇന്ത്യക്കാരാണോ? പ്രവാസികളാണ് എന്നുള്ളതാണ്, ഏഷ്യൻ പ്രവാസികൾ എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. കൂടുതലും ഈ മേഖലയിൽ ജോലിയെടുക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികൾ, നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും ഉള്ളവരാണ് കൂടുതൽ പേരും. ഇപ്പൊ 63 പേരിൽ ഇന്ത്യക്കാർ 40 പേർ എന്നാണ് ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളവർ മറ്റ് രാജ്യക്കാരാവാനാണ് സാധ്യത. അപ്പൊ 40 പേർ എന്തായാലും ഇന്ത്യയിൽ നിന്നുള്ളവർ തന്നെയാണ് എന്നുള്ളതാണ് ഇന്ത്യൻ എംബസിയുടെ കണക്ക് പ്രകാരം ഉള്ളത്. പൂർണ്ണമായും ഈ ആശുപത്രിയിൽ എത്തിയവർ ഇന്ത്യക്കാരല്ല, 40 പേരാണ് ഇന്ത്യക്കാരുള്ളത്. അതിൽ എത്ര പേർ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ എന്നുള്ളത് നമുക്ക് ഇനിയും വരും മണിക്കൂറുകളിലായിരിക്കും സ്ഥിരീകരിക്കാൻ കഴിയുക. അമൃത.